പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 47-ാമത്തെ വചനത്തിൽ ഇത് സംഭവിച്ചത് സദാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശുവാണ് നീതിമാൻ, യേശുവാനെയാണ് മഹത്വപ്പെടുത്തേണ്ടതെന്ന് സദാധിപൻ പ്രഖ്യാപിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം 23 ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോയതിനു ശേഷം തലയോടിടമെന്ന സ്ഥലത്ത് അവനെ ക്രൂശിച്ചു. തൂക്കപ്പെട്ട ദുഷ്പ്രതിക്കാരിൽ ഒരുവൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെ ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. അവനെ ദൂഷിച്ചു. മറ്റവരോ അവനെ ശാസിച്ചു. സമശിക്ഷാവധിയിൽ തന്നെ ആയിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായത് അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലാതെ കിട്ടുന്നത്. ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കുമെന്ന് ഞാൻ സത്യമായും നിന്നോട് പറയുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9 മണി വരെ ദേശത്തെല്ലാം അന്ധകാരമുണ്ടായി. ലോകത്തിലുള്ള അന്ധകാരം മുഴുവനോ, പിശാചിക ശക്തി മുഴുവനോ, ഇരുട്ടാകുന്ന ശക്തി, മരണമാകുന്ന ശക്തി അവിടെ ഉരുണ്ടുകൂടി. അവിടെ കാണുവാൻ നമുക്ക് കഴിയുന്നത് ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. സൂര്യൻ ഇരുണ്ടുപോയി. സമയമായപ്പോൾ 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9 മണി നേരം വരെയും ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഈ സമയം എന്തു സംഭവിച്ചു? ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവ് ചിന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു നിലവിളിച്ചു പറഞ്ഞോട്ട് പ്രാണനെ വിട്ടു. കർത്താവായ യേശു ക്രിസ്തു പ്രാണനെ വിട്ടു. അവൻ, യേശുവേ, എൻ്റെ ആത്മാവിനെ